ഈ വീഡിയോയിൽ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് അതിൽ പ്രധാനമായിട്ടും ഇറാനെ എയിം ചെയ്തുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും നീങ്ങാണ്. ഇറാനെ എയിം ചെയ്യുന്നത് പറയുമ്പോഴത്തേക്കും അവിടെ മനസ്സിലാക്കേണ്ടത് റെജിം ചേഞ്ചിന് വേണ്ടിയിട്ടാണ് അവർ താല്പര്യപ്പെടുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇറാൻ്റെ മേളിൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്താനുള്ള താല്പര്യമില്ല. IRGC റെജീമിനെതിരെ ഇറാനിലുള്ള ജനങ്ങളെ വെച്ച് തന്നെ ഈ ഒരു ഭരണം അട്ടിമറിക്കാൻ കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതെന്നാണ് അമേരിക്ക ചിന്തിക്കുന്നത്. പക്ഷേ ഇസ്രായേലിനാണെങ്കിൽ ഇറാൻ ഒരു ത്രെട്ടാണ്. അപ്പം ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ തന്നെ ഇറാൻ്റെ മേളിലേക്ക് ഇങ്ങനൊരു നീക്കം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത്? അതിന് വാലിഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഇസ്രായേലിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നു എങ്കിലും പക്ഷേ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഇറാൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അത്ര നല്ലതല്ല ഇന്ത്യക്ക്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ വീഡിയോ നമ്മൾ നറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇറാൻ ICBM ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നു, പരീക്ഷിക്കുന്നു, അത് വിജയകരമായി തന്നെ അവർ പൂർത്തിയാക്കുന്നു. ആ ടാസ്കുകൾ നിരന്തരം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇറാൻ ആണെങ്കിൽ ഓൾറെഡി തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ വരെ ഏതാണ്ട് 2000 കിലോമീറ്റർ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, അതേപോലെ തന്നെ പലതരം മിസൈലുകൾ ഇസ്രായേൽ വരെ അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇറാൻ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അത് ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇറാനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഇറാൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള മൊസാദിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് പലപ്പോഴും പല രീതിയിലും ഇറാൻ്റെ ഉള്ളിലേക്ക് നടക്കുന്ന പൊട്ടിത്തെറികളും അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങളും, സൈബർ അറ്റാക്ക്, അതേപോലെ ബാങ്കിങ് സിസ്റ്റം ക്രാക്ക് ചെയ്യുന്നത്, അതേപോലെ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ വ്യക്തമാണ്. ഫോറിൻ കൺട്രീസിലുള്ള ക്രെഡിറ്റ് കാർഡ് പോലും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാസ്റ്ററോ വിസയോ ഇതുപോലത്തെ കാർഡുകളൊന്നും തന്നെ അവിടെ വർക്ക് ചെയ്യില്ല. ആ രീതിയിലാണ് ഇറാനുള്ളത്. ഇറാനാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ വീക്കാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കറൻസി മൂല്യമൊക്കെ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. എനർജിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട്. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ എന്താണ് പറഞ്ഞു വെച്ചതെന്ന് പറഞ്ഞാൽ, നെതന്യാഹു പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടിച്ചേർത്ത വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, നെതന്യാഹു ഈ പറഞ്ഞ വിഷയത്തിന് വലിയ രീതിയിലുള്ള ബാക്കപ്പോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ബ്ലണ്ടായിട്ട് മീഡിയയിൽ ഈ ഒരു വിഷയം പറയുകയാണ് ചെയ്തത് നെതന്യാഹു. അതായത് അമേരിക്കയെ എങ്ങനെയെങ്കിലും ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരണം. അതാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത്. അപ്പം ഇപ്പം ഇതിനകത്ത് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത് 2000 കിലോമീറ്ററുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഇറാൻ ഒട്ടും താമസിക്കാതെ തന്നെ അമേരിക്കയിലുള്ള ബോസ്റ്റൺ പോലത്തെ നഗരങ്ങൾ, ഫ്ലോറിഡ, അതേപോലെ ഈസ്റ്റേൺ കോസ്റ്റലിൽ കിടക്കുന്ന കംപ്ലീറ്റ് സ്ഥലങ്ങളെയും ടാർഗറ്റ് ചെയ്യും. അവിടെ ആ ഭാഗത്തൊക്കെയാണ് ട്രംപിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ട്രംപിൻ്റെ ആ ഒരു വീടിൻ്റെ പേര് തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു സംസാരിച്ചത്. ഇതൊക്കെ അമേരിക്കയുടെ തന്നെ ആ ഒരു റെസ്പെക്റ്റിനെ, ആ ഒരു ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് ശരിക്കും നെതന്യാഹു പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് അമേരിക്ക ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. പലരും അമേരിക്കയുടെ ഉള്ളിൽ ട്രംപിന് ഉപദേശം കൊടുക്കുന്നുണ്ട്. അതായത് പണ്ട് ഇറാഖിൽ സംഭവിച്ചത് എന്താണ്, ഇതേപോലെ അവിടെ ആണവായുധമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഇസ്രായേലിൻ്റെ ഇൻഫർമേഷനെ തുടർന്നാണ് അമേരിക്ക വളരെ ശക്തമായിട്ട് തന്നെ ഇറാഖിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതായത് മൊസാദിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട് എന്നുള്ള ധാരണയിലാണ് അമേരിക്ക അവിടെ വരുന്നത്. അവിടെ മൊത്തത്തിൽ അറഞ്ഞം പുറഞ്ഞം അരിച്ച് പിറക്കിയിട്ടും ഈ ന്യൂക്ലിയർ ആയുധം കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ വർഷങ്ങളോളം അമേരിക്കയ്ക്ക് ഇറാഖിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഒരുപാട് മിലിറ്ററി സ്പെൻഡിങ് അവിടെ നടത്തേണ്ടി വന്നു. ആ സമയത്ത് പോസ്റ്റിങ്ങിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ CIA ചീഫായിട്ടിരിക്കുന്ന തുൾസി ഗബ്ബാർഡ്. തുൾസി ഗബ്ബാർഡിനൊക്കെ ഇറാഖിൽ ഇൻചാർജ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പം അങ്ങനെയൊക്കെ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്കൊക്കെ ഇങ്ങനത്തെ പൊസിഷനിലൊക്കെ പോയിരിക്കാൻ പറ്റുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. പക്ഷേ അതേസമയം ഇനിയും ഇതേപോലെ ഇറാനിലേക്ക് ഒരു പ്രവൃത്തിയിലേക്ക് അമേരിക്ക പോകേണ്ടതില്ല എന്നുള്ള ഉപദേശങ്ങളാണ് അമേരിക്കയുടെ ഉള്ളിൽ നിന്നും ട്രംപിന് കിട്ടുന്നത്. പക്ഷേ ട്രംപ് എപ്പോഴും പറഞ്ഞു വെക്കുന്നത് അമേരിക്ക മിഡ് നൈറ്റ് ഹാമർ എന്നുള്ള പേരിൽ നടത്തിയ ഒരു ഓപ്പറേഷൻ, അതാണ് ഇറാന്റെ ആണവായുധ ശേഖരമുള്ള സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക B-2 ബോംബർ വെച്ച് നടത്തിയ ഒരു ഓപ്പറേഷൻ. അതിന് നല്ല രീതിയിലുള്ള ചെലവ് അതിന് നേരിടേണ്ടി വന്നു. ആ രീതിയിൽ ബില്യൺ കണക്കിൽ ഡോളർ ചെലവാക്കിക്കൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ, അത് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി ഇസ്രായേലും അമേരിക്കയും ഓർഗനൈസ് ചെയ്ത് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാന്റെ എൻ്റയർ ഓപ്പറേഷൻ ഇസ്രായേൽ പറയുന്നത് അമേരിക്കയും ഇസ്രായേലും കൂടി ജോയിന്റ് ഓപ്പറേഷനാണ് നടത്തിയത് ഇറാന്റെ മിഡിൽ എന്നാണ് എപ്പോഴും നെതന്യാഹു പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണമുണ്ട്, അമേരിക്കയെ വിട്ടുകൊണ്ടുള്ള ഒരു കളിയില്ല. പക്ഷേ നേരെ മറിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും അമേരിക്കയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലാണ്. അത് നമ്മൾ കോമൺലി വിചാരിക്കുന്നത് എന്താണ്, അമേരിക്കയാണ് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നത് എന്നാണ്. പക്ഷേ ഇതിനെ മറിച്ചാണ് നമ്മൾ നോക്കേണ്ടത്. ശരിക്കും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കയുടെ ഒരു ശക്തിയാണ് ഇസ്രായേൽ. ആ രീതിയിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഹമാസ് ഓൾറെഡി വീക്കായിരിക്കുകയാണ്, ഹെസ്ബുള്ള ഓൾറെഡി ഡൗൺ ആണ്.
ഹൂത്തികളും ആ രീതിയിൽ വലിയ രീതിയിൽ അത്ര എഫക്റ്റീവായിട്ട് മുന്നോട്ട് ഇപ്പം നീങ്ങി വരുന്നില്ല. പിന്നെ PIJ എന്ന് പറഞ്ഞ അവിടെ ഉള്ളിലുള്ള ആ ജിഹാദ് ഗ്രൂപ്പ് അതും ആൾമോസ്റ്റ് നിർവീര്യമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അറബ് രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പേടിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് ആർക്കും തന്നെ ഇപ്പൊ ഖത്തറിന്റെ മേളിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയതോടുകൂടി ഒരു സൂചനയാണ്, ഏത് രാജ്യത്താണെങ്കിലും ഇസ്രായേൽ ആക്രമിക്കും എന്നുള്ള സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചുറ്റാകെ കിടക്കുന്ന അറബ് രാജ്യങ്ങൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ഇറാൻ ആണെങ്കിൽ നല്ല രീതിയിൽ വീക്കായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം യുണൈറ്റഡ് നേഷൻസിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഇവരൊക്കെ ചേർന്നാണ് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത്. അവിടെ വെച്ച് തന്നെ പരസ്പരം നല്ല രീതിയിലുള്ള വാക്കേറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്ക ഉദ്ദേശിക്കുന്നത് മിലിറ്ററി ആക്ഷൻ പാടില്ല, ഇറാന്റെ മേളിൽ മിലിറ്ററി ആക്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ആണെങ്കിലും മിലിറ്ററി ആക്ഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മിലിറ്ററി ആക്ഷൻ മാൻഡേറ്ററി ആയിട്ട് ആവശ്യം വരും എന്നുള്ള നിലയിലാണ് ഇസ്രായേൽ ഇതിനെ കരുതുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് അവരെ ഈ ഒരു ടൈമിൽ, ഈ വീക്കായിരിക്കുന്ന ടൈമിൽ, അതായത് ഈ മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു രീതിയിലുള്ള ഭീഷണിയും ഇസ്രായേലിന് വരില്ല എന്നുള്ള ഉറപ്പുണ്ട് ഇസ്രായേലിന് ഇപ്പോൾ. കാരണം ആ രീതിയിൽ അറബ് രാജ്യങ്ങളെല്ലാം ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യം, ഇത് റൈറ്റ് ടൈമാണ്. ഇറാന്റെ റെജീമിനെ തകർത്തിട്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അനുകൂലമാകുന്ന ഒരു ഭരണകൂടത്തിനെ അവിടെ സ്ഥാപിക്കാൻ പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇതിന്റെ ചടുലമായിട്ട് ഇങ്ങനെ നീങ്ങുന്നതിന്റെ കാരണം. അപ്പൊ അമേരിക്ക ഇപ്പം പാകിസ്ഥാനെ ഇങ്ങനെ ചാക്കിട്ട് വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ഇറാനാണ്. കാരണം ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ തന്നെ തുർക്കി, സൗദി അറേബ്യ, ഖത്തർ ഈ 3 രാജ്യങ്ങൾക്കും ഇറാന്റെ റെജീമിനെ അട്ടിമറിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ ഇതില് ഒരു അഡ്വാൻറ്റേജ്, ഇതിലൊരു ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ റോൾ വളരെ നിർണായകമാണ് ഇവിടെ. കാരണം പാകിസ്ഥാൻ ഇത്രയും കാലം ഇറാനെ സപ്പോർട്ട് ചെയ്ത് നിലപാടുകൾ എടുത്തിരുന്നു. പക്ഷേ ഇപ്പൊ അമേരിക്കൻ ചേരിയിലായതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള നിലപാടെടുക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അഥവാ അമേരിക്കയ്ക്ക് ഇറാന്റെ ഉള്ളിലേക്ക് മിലിറ്ററി ഓപ്പറേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ലോ കോസ്റ്റ് മിലിറ്ററി ഉപയോഗിക്കാം. അങ്ങനെ ഒരു ലോ കോസ്റ്റ് മിലിറ്ററി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ 5 ലക്ഷം സോൾജർ ഉണ്ട്. അവരെ ശരിക്കും മിഡിൽ ഈസ്റ്റിന്റെ പേരിൽ ഇറാനെതിരെ ഇറക്കും അമേരിക്ക. പൈസ കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സോൾജേഴ്സ് എവിടെ വേണമെങ്കിലും പോയി ഫൈറ്റ് ചെയ്യാം. അതിന് ആ രാജ്യം തയ്യാറാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ഒരു സുന്നി വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആ ഒരു രാജ്യമാണ്. പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഷിയാക്കൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഷിയാക്കൾക്ക് മാത്രമല്ല, അഹമ്മദിയാക്കൾക്കുണ്ട്, ഇതര മതസ്ഥർക്കും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ ബ്ലാസ്ഫമി, ആ ലോയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ അതുകൊണ്ട് ബ്ലാസ്ഫമി അപ്പുറത്തും ഉണ്ട്, എവിടെ ഇറാനിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഷിയ സുന്നി ആ ഒരു വിഷയത്തിനെ അമേരിക്ക മുതലാക്കിക്കൊണ്ട് പാകിസ്ഥാനെ ഇറാനെതിരെ തിരിക്കും. അതിന് സൈലന്റ് ആയിട്ട് സൗദി അറേബ്യയും തുർക്കിയും ഖത്തറും സപ്പോർട്ടും ചെയ്യും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ തുർക്കിയെ മാത്രമാണ് ഇതിനകത്ത് സൗദി അറേബ്യയെ കുറിച്ച് ഡിസ്റ്റൻസിൽ നിർത്തണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ F-35 പോലത്തെ ഫൈറ്റർ ജെറ്റുകൾക്കൊക്കെ ഉള്ള വിലക്ക് മാറ്റാത്തത് അമേരിക്ക. സൗദി അറേബ്യയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, തുർക്കി സൗദിയുടെ ആർമിയെക്കാളും കുറച്ചുകൂടെ ശക്തി കൂടിയ ആർമിയാണ്. തുർക്കിയുടെ മിലിറ്ററി പവർ കുറച്ചുകൂടെ വലുതാണ്. അപ്പൊ അത് ഇറാനെ അടിക്കുന്നതോടുകൂടി നിൽക്കണം. കാരണം ഇറാനെ അടിച്ച് ഒരു രീതിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് മറ്റുള്ള അറബ് രാജ്യങ്ങളിലും കൂടി ഈ തുർക്കിയുടെ കരങ്ങൾ നീണ്ടു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ പേടിക്കുന്നുണ്ട് സൗദി അറേബ്യ. അപ്പൊ അതുകൊണ്ടാണ്, കാരണം മറ്റുള്ള അറബ് രാജ്യങ്ങളെല്ലാം തന്നെ വളരെ വളരെ ചെറിയ രാജ്യങ്ങളാണ്. അപ്പൊ ആ ചെറിയ രാജ്യങ്ങൾക്ക് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഭീഷണിപ്പെടുത്താം മിലിറ്ററി കാണിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സംസാരിച്ച് അവരുടെ ചേരിയിലേക്ക് ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അമേരിക്ക കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അവർക്കൊരു ഡോമിനേഷൻ പവർ എടുക്കാൻ പറ്റും. തുർക്കിക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യം വളരെ ആവശ്യമാണ്. കാരണം ആ രീതിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തുർക്കി ഇപ്പോൾ. അപ്പൊ അങ്ങനെ, പക്ഷേ ഇപ്പുറത്തെ ചേരിയിൽ സൗദി അറേബ്യയോട് കൂടി ചേർന്നിട്ട് തുർക്കിയും കൂടി ഒതുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഇറാനെ ഒതുക്കുന്ന പോലെ ഒതുക്കണ്ട, പക്ഷേ തുർക്കിയെ മാറ്റി നിർത്തണം, ഒരു ഡിസ്റ്റൻസിൽ നിർത്തണം. അതാണ് സൗദിയുടെ തുർക്കിയുമായിട്ടുള്ള ഡിപ്ലോമസി. അപ്പൊ ഇവരെല്ലാം തന്നെ രഹസ്യമായിട്ട് ഇറാനെ അടിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷെ നേരെ മറിച്ച് ഇറാനെ നോക്കൂ, ഇറാൻ ആണെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഇല്ല. റഷ്യ ആണെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ എക്യുപ്മെന്റ് വൈസ് അവർക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിൽ ഉപരിയായിട്ട് റഷ്യ ഒരിക്കലും അവരുടെ സോൾജേഴ്സിനെയോ അല്ലെങ്കിൽ അവരുടെ ട്രൂപ്പിനെയൊക്കെ കൊണ്ട് ഇറാനെ പിന്തുണയ്ക്കാൻ പറ്റുന്ന ഒരു ലെവലിലല്ല ഉള്ളത്. അവിടെ തന്നെ പോപ്പുലേഷൻ ഇല്ല. മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്നും, ഇപ്പം ക്യൂബയിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നാണ് ഇപ്പോൾ അവിടെ പണിയെടുപ്പിക്കുന്നത് മിലിറ്ററിയിൽ. $2000 ഒരു മാസം ശമ്പളം കൊടുക്കുന്നത്. ഏതാണ്ട് ഇന്ത്യൻ മണി 2 ലക്ഷം രൂപ അടുപ്പിച്ച് വരും. ആ രീതിയാണ് റഷ്യക്കുള്ളിൽ ഈ യുദ്ധത്തിന് പോകുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ശമ്പളം. അപ്പൊ ക്യൂബയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ പോയി പണിയെടുക്കുന്നുണ്ട്. അതുപോലെ നോർത്ത് കൊറിയയിൽ നിന്ന് പണിയെടുക്കുന്നുണ്ട്. ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെയൊക്കെ യുക്രൈൻ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പുറകിലുള്ള കളികളാണ്, പൈസയുടെ പുറകിലുള്ള കളികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വിമർശനമൊന്നും വെക്കുന്നില്ല. പക്ഷേ ഇതാണ് റഷ്യയുടെ അവസ്ഥ. അപ്പൊ റഷ്യക്ക് ഒരിക്കലും ഇറാനെ ആ രീതിയിൽ സഹായിക്കാൻ കഴിയില്ല. പിന്നെ മിലിറ്ററി ബിൽഡപ്സും ഡിഫൻസ് ടെക്നോളജിയൊക്കെ ഇമീഡിയറ്റ്ലി ഒരു രാത്രി കൊണ്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചോദ്യചിഹ്നമാണ്.
അപ്പോൾ അതുകൊണ്ട് ഇറാന് ട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഇപ്പം ഇല്ല. അതാണ് വാസ്തവം. നെതന്യാഹു ആ പ്രഖ്യാപനം നടത്തിയ പാടെ ക്രൂഡ് ഓയിൽ വില ഉയർന്നു പോയതാണ്. ഇങ്ങനെ ഇറാൻ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരു നീക്കങ്ങൾ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ ഭാഗത്ത് നടന്നു കഴിഞ്ഞാൽ ഞാൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോർമോസ് കടലിടുക്ക് ഞാൻ അടച്ചു പൂട്ടും, അവിടെ GPS ജാമർ കൊണ്ടുവയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇറാന്റെ കയ്യിലുള്ള ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പ്. അതിനെയാണ് ഇപ്പം ഇറാൻ കാണിച്ചിങ്ങനെ വിലപേശിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു സൈഡിൽ നടന്നാലും ഇന്ത്യയുടെ കാര്യം നോക്കാം. ഇന്ത്യക്ക് ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റ് വേ ആണ്. കാരണം ഇന്ത്യയുടെയും ഇറാന്റെ ഇടയിൽ കിടക്കുന്നത് പറഞ്ഞാൽ നടുക്ക് പാകിസ്ഥാനാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ വഴി നമുക്ക് ഒരിക്കലും ട്രാൻസ്പോർട്ടേഷൻ സാധ്യമല്ല. നമ്മൾക്ക് ശരിക്കും സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാനുള്ള ഒരു ഒറ്റ മാർഗ്ഗമാണ് ഇറാന്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് അമേരിക്കയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെ കീഴിൽ വന്നാൽ പോലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അമേരിക്ക അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ഭരണകൂടം അവിടെ വരുന്നെങ്കിൽ ഇന്ത്യക്കുള്ള സ്വാധീനം അവിടെ കുറയും. ഇന്ത്യക്കുള്ള സ്വാധീനം അവിടെ കുറയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഏഷ്യയുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു ട്രേഡ് റൂട്ട് നമുക്ക് ഇല്ലാതാവുകയാണ്. കാരണം അത് ഉറപ്പായിട്ട് അത് അങ്ങനെ തന്നെ നടക്കും. ഇറാൻ വീഴുന്നുവെങ്കിൽ അത് ഇന്ത്യക്കും കൂടി ഒരു തരത്തിലൊരു വീഴ്ചയാണ്, ഒരു സൈഡിൽ വലിയ വീഴ്ചയാണ്. കാരണം ഇപ്പുറത്തെ സൈഡിൽ വേണമെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ദുബായിൽ ജബൽ അലി, ഫുജൈറ, റാസൽ കൈമ ഇതേപോലത്തെ പോർട്ടുകളൊക്കെ നമുക്ക് ആക്സസിബിൾ ആണ്. പക്ഷെ അതൊന്നും തന്നെ ഇത്ര എളുപ്പത്തിൽ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു എളുപ്പത്തിലുള്ള റൂട്ടല്ല. നമ്മൾ വലിയ രീതിയിൽ ഒരു കറക്കം കറങ്ങി വരേണ്ടി വരും. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ്. അത് ഇറാൻ അങ്ങനെ വീഴുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് POK മേഖലയിൽ ഒരു നീക്കം നടത്തേണ്ടി വന്നേക്കാം. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇറാന്റെ റെജീം വീഴുന്നു, ഇറാൻ അമേരിക്കയുടെ പക്ഷത്തേക്ക് മാറുന്നുവെങ്കിൽ ഈ രണ്ട് ഏരിയയിൽ നിങ്ങൾ നോക്കൂ, നമ്മളുടെ നെക്സ്റ്റ് ഡോർ ആയിട്ടുള്ള പാകിസ്ഥാൻ അമേരിക്കൻ ചേരിയാകുന്നു, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഇറാനും അമേരിക്കൻ ചേരിയാകുന്നു. നമുക്കവിടെ ട്രേഡ് റൂട്ടില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യക്ക് ഒരു വീഴ്ച സംഭവിക്കും. അത് വീഴ്ച തന്നെയാണ്, അത് യാഥാർത്ഥ്യമാണ്. അതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാകിസ്ഥാനിലെ POK കയ്യേറേണ്ടി വരും, POK അടിച്ചങ്ങ് എടുക്കേണ്ടി വരും. അതിലൂടെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി വക്കാൻ കോറിഡോറിലൂടെ നമ്മളുടെ ട്രേഡ് റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ട നടപടികൾ ഇന്ത്യ എടുക്കണം. ഇപ്പോൾ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനുമായിട്ട് വളരെയധികം സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അവർ തീവ്രവാദികളാണ്, അവരുമായിട്ട് ബന്ധം പാടില്ല, അവരെ നമ്മൾ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പല വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം, ഇന്ത്യയുടെ ഫോറിൻ റിലേഷൻസിൻ്റെ ജിയോ പൊളിറ്റിക്സിൽ സെൻട്രൽ ഏഷ്യയുമായിട്ട് ബന്ധപ്പെട്ട റൂട്ടിൽ വളരെയധികം നിർണായകമായിട്ടുള്ള പങ്ക് അഫ്ഗാനിസ്ഥാനുണ്ട്, ഇറാനുമുണ്ട്. അപ്പോൾ ഇറാനിലേക്ക് അഥവാ ഈ രീതിയിൽ ഒരു അട്ടിമറി നടക്കുന്നുവെങ്കിൽ നമ്മൾ പെടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം വയ്ക്കുന്നതും ഏത് രീതിയിലുള്ള മിലിറ്ററി സഹായം തരാം എന്ന് പറയുന്നതും. അപ്പോൾ അങ്ങനെ അഫ്ഗാനിസ്ഥാന് നമ്മൾ മിലിറ്ററി സഹായം കൊടുത്ത് അവരെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഈ POKയിൽ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൈയടക്കാൻ പറ്റും. അഥവാ നമ്മൾ ഈ POK മേഖല കൈയടക്കുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ട് വേണം ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇത് ഓവറോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ക്രിട്ടിക്കൽ ഏരിയയിലാണ് ഇന്ത്യ നിർണായകമായിട്ടുള്ള ചില വെല്ലുവിളികൾ നേരിടാൻ പോകുന്നത്. അത് എല്ലാം കൂടെ ഇപ്പോൾ ഈ ഒരു ഇറാനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു വിഷയം ഇതിനകത്ത് പറയാനുള്ളത്, ഇറാൻ അത്ര എളുപ്പത്തിൽ അടിച്ചു വീഴ്ത്താൻ പറ്റുന്ന ഒരു രാജ്യമല്ല. കാരണം അവർക്ക് ഈ ഒരു IRGC അഥവാ ഈ ഒരു റിലീജിയസ് ഭരണകൂടം എന്നതിലുപരിയായിട്ട് ഇറാനിയൻ ജനങ്ങൾക്ക് ഒരു കൾച്ചറുണ്ട്, പേർഷ്യൻ കൾച്ചർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അവർ ഈ സൗരാഷ്ട്ര മതവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൾച്ചർ നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അപ്പോൾ അത്ര എളുപ്പത്തിൽ റെജീം ചേഞ്ച് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തായാലും ഇങ്ങനെയാണ് ജിയോ പൊളിറ്റിക്സ് ഇപ്പം നിലവിൽ മിഡിൽ ഈസ്റ്റിൽ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വരും വരായികളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ കാര്യങ്ങളും തന്നെ ഇന്ത്യക്ക് അനുകൂലമായി തീരട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.